ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. വീക്കിലി ഗ്രോസറി മേടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ടൗണിൽ പോയിട്ട് ആദ്യം ഒരു തമിഴ് ഷോപ്പുണ്ട്. അവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും. അതായത് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അരി അങ്ങനെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണേ ഉള്ളൂ. അവിടെ അതുപോലെ നാട്ടിൽ കിട്ടുന്ന സ്നാക്സ് ഉണ്ടാവും. അതായത് സമൂസ, പരിപ്പുവട അങ്ങനെ സ്നാക്സും കിട്ടും. പിന്നെ അവിടുത്തെ ചായ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ചായയും കടികളൊക്കെ മേടിക്കുന്നതാണ്. അതുപോലെ നാട്ടിൽ കിട്ടുന്ന മിച്ചർ, മുറുക്ക് അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഷോപ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട രണ്ട് സാധനങ്ങൾ മേടിച്ച് രണ്ട് ചായ മേടിച്ചിറങ്ങി നമ്മുടെ ടൗണിലിറങ്ങി. ടൗണിലൊരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. അവിടെ നമ്മളൊരു പപ്പായ മേടിച്ചു. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്, ഫാമിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അത് മേടിച്ചിട്ട് നമ്മൾ അടുത്ത ഷോപ്പിൽ പോകണം. അവിടെ നിന്നാണ് നമ്മൾ കാര്യമായിട്ട് മെയിൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നത്. അതായത് വീട്ടിൽ വേണ്ട കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് മേടിക്കൽ. കാരണം അവിടെ കമ്പാരിറ്റീവ്ലി ബാക്കി ഷോപ്പിൽ വെച്ച് റേറ്റ് കുറവാണ്. ഇവിടുത്തെ ഷോപ്പാണ്, പക്ഷേ റേറ്റ് കുറവാണ്. നമുക്ക് നാട്ടിൽ നിന്ന് വേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മറ്റേ ഷോപ്പിൽ നിന്ന് മേടിക്കുള്ളൂ. ബാക്കി എല്ലാം മേടിക്കില്ല. ഇവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള തൈര്, പാല്, ഉള്ളി, തക്കാളി അങ്ങനെ എല്ലാം വേണ്ട ചിക്കൻ എല്ലാം ഇവിടെ നിന്ന് മേടിക്കില്ല. പിന്നെ നമ്മളെല്ലാം ഒന്ന് വെറുതെ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഒന്ന് നോക്കി ഒക്കെ കണ്ടിട്ട് നമ്മൾ പോകുള്ളൂ. ഷോപ്പിൽ വന്നാൽ പിന്നെ എല്ലാം ഒന്ന് കണ്ടിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. പിന്നെ ഇവിടെ എല്ലാം ബില്ലിംഗ് എല്ലാം സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ ബില്ലിലും പേയിലൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ തിരിച്ചു പോകണം. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. ബൈ ഗൈസ്.